ഇനി ഇത് മാറ്റി ഇവിടെ 100 ആക്കും. അങ്ങനെ നമ്മൾ പ്ലേ ബട്ടണും വാങ്ങി നേരെ വിട്ടടിച്ചു പോന്നു. വണ്ടിയിൽ എണ്ണ അടിച്ചില്ല, വഴിയിലായി. ഇനിയിപ്പം ഈ സാധനം വേറൊരാളെ കയ്യിൽ കൊണ്ട് ഏൽപ്പിക്കണം. അതിന് അടുത്ത ചടങ്ങ്. ഹേ മച്ചാമാരെ, ഗുഡ് ഈവനിങ്. ഇപ്പോൾ സമയം ഏതാണ്ട് 5:30 ഇന്ന് രാവിലെ ഒരു കോൾ വന്നിരുന്നു, ഒരു കൊറിയർ ഓഫീസിൽ നിന്ന്. എന്താണെന്നല്ലേ, അങ്ങനെ നമ്മൾ ഏറെ നാളത്തെ പരിശ്രമത്തിനൊടുവിൽ നമ്മുടെ ചാനൽ 1,00,000 സബ്സ്ക്രൈബേഴ്സായി. വണ്ടി എടുത്തോണ്ട് പോവല്ലേടാ. 1,00,000 സബ്സ്ക്രൈബേഴ്സായി. ആ കൂട്ടത്തിൽ നമ്മുടെ പ്ലേ ബട്ടൺ അടിച്ചിരിക്കുകയാണ്. അത് നമ്മുടെ കൊല്ലത്തുള്ള കടപ്പാക്കടയിലുള്ള ഏതോ ഒരു ഓഫീസിലാണ് എത്തിയത്. അവരപ്പം വിളിച്ചിട്ട് ചോദിച്ചു എവിടെയാണ് നമ്മുടെ സ്ഥലം എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെ സ്ഥലം പറഞ്ഞു കൊടുത്തു. അപ്പോൾ നമ്മുടെ ഇവിടെ അടുത്തുള്ളത് അഞ്ചലാണ് അവരുടെ ഓഫീസ്. അപ്പോൾ ഇപ്പോൾ സാധനം അവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ നേരെ പോയി എടുക്കണം. ദുലാവ എൻ്റെ വണ്ടി എടുത്തുകൊണ്ട് പോകുമെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ അഞ്ചലോട്ട്. അങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ ഒരാളും കൂടെ ജോയിൻ ചെയ്യുകയാണ്. പോട്ടാ, എടുക്കട്ടെ, വണ്ടി എടുക്കട്ടാ. കുളിച്ചെന്ന് തോന്നല്ല, നല്ല മണം. അങ്ങനെ നമ്മൾ അഞ്ചൽ കോളേജിൻ്റെ അടുത്ത് എത്തി. ഇനിയിപ്പം ഇതിനടുത്ത് എവിടെ എങ്ങാണ്ടാണ് അതായിരിക്കുന്നത്, ST കൊറിയർ. ചാടിക്കോ മുത്തേ, ചാടിക്കോ ചാടിക്കോ. നീ ചാടിയില്ലേ? എന്താ? ഇറ്റ്സ് മീ ഷംനാ ഷാജി. നമ്മുടെ ഐറ്റം അവിടെ പോടേ. പിന്നെ നമുക്ക് നേരെ നമ്മുടെ നാട്ടിലോട്ട് പോകാം. അങ്ങനെ നമ്മൾ പ്ലേ ബട്ടണും വാങ്ങി നേരെ വിട്ടടിച്ചു പോന്നു. വണ്ടിയിൽ എണ്ണ അടിച്ചില്ല, വഴിയിലായി. നമ്മുടെ മാലിക്കൊരു വണ്ടിയിൽ കയറി പോയിട്ടുണ്ട് എണ്ണ വാങ്ങിക്കൊണ്ട് വരാൻ. എന്നെ ഒന്നും കാണുന്നില്ല, ഫുൾ ഇരുട്ടാണ്. അപ്പോൾ നമ്മൾ വഴിയിലായി ഗായ്സ്. അപ്പോൾ അവൻ പോയി എണ്ണ വാങ്ങിക്കൊണ്ട് വരട്ടെ, എന്നിട്ട് വേണം ഇനി തിരിച്ച് ഇവിടുന്ന് സ്ഥലം വിടാൻ. എന്താ അവസ്ഥ അല്ലേ? അങ്ങനെ എണ്ണയും കൊണ്ട് നമ്മുടെ ചെക്കനതി കഴിഞ്ഞു. ഓ പിന്നെ വന്ന വണ്ടികളിലൊക്കെ എല്ലാം കൈ കാണിച്ചില്ലേ? അത് ഇല്ലാമായി എളിയ. ഇത് തുറക്കണം, തുറക്കാതെ എടുത്ത് ഒഴിക്കല്ലേ. അങ്ങനെയൊന്നും പിടിക്കണ്ട, അല്ലാതെ വെച്ചാൽ മതി. എന്നും ഒഴുപ്പാണല്ലേ ഇവൻ. തിരിച്ചാക്കിയടാ, തിരിച്ചായിരുന്നു അങ്ങ് പൊക്കടാ. സത്യം. അങ്ങനെ നമ്മുടെ എണ്ണ വാങ്ങി നമ്മുടെ ചെക്കൻ എത്തിക്കഴിഞ്ഞു. ഓ മുതുക്ക് ഇരുട്ടൊന്നും അറിയാൻ വയ്യ, ഫ്ലാഷ് കിടന്നിട്ട് വരും മതി. പിന്നെ നമുക്ക് നേരെ സ്ഥലം വിടാം ഇവിടുന്ന്. അങ്ങനെ നമ്മൾ വണ്ടിയിൽ എണ്ണയൊക്കെ അടിച്ച് ഇറങ്ങിയപ്പോഴത്തേക്കും അവർക്ക് ചിലവ് വേണമെന്ന് പറഞ്ഞു ബഹളം. റൊമാലിയ റൊട്ടി വേണമെന്ന്. അതായത് ഈ ഒരുത്ത ഇവിടെ ഒരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ മനാറാക്കുണ്ട്, മാലിക്കുണ്ട്, കൈസുണ്ട്. ഇവരാണെന്ന് നമ്മുടെ കൂടെ പ്ലേ ബട്ടൺ എടുക്കാൻ വേണ്ടി വന്നത്. എന്തായാലും അതാണ് ലോഡിങ് കൂലി. അവനാണ് ഓടി കിടന്ന് എണ്ണ വാങ്ങിക്കൊണ്ട് വന്നത്. നമ്മൾ വണ്ടി വഴിയിലായപ്പോഴത്തേക്കും. അപ്പോൾ എന്തായാലും തുടങ്ങിക്കോ. പൊട്ടിയിരിക്കണ തിരികെ പോക്കോ. സ്ഥലം വിട്ടോ? അങ്ങനെ നൗഫല് സ്ഥലം വിട്ടു. നൗഫലിനെ വീണ്ടും മിസ് ചെയ്യുന്നില്ല. നൗഫല് പോയി. അങ്ങനെ നമ്മൾ കിഴക്കുമ്പം ഹോബിനോബിയിൽ നിന്നാണ് ഫുഡ് കഴിച്ചത്. പോട്ടെ. അങ്ങനെ നൗഫൽ എന്നല്ല, നമ്മുടെ കൈസാണ് ആദ്യം പോയത്. ആ പോണ്. ഹെൽമെറ്റ് ഇല്ല, 100 രൂപ, 1000 രൂപ ഫൈൻ.
ഇത് മാറ്റാൻ സമയമായിരിക്കുന്നു guys. യെസ്, നമ്മളിനി ഇത് മാറ്റാൻ ഇത് മാറ്റി ഇവിടെ 100 ആക്കും. ഇനി നമുക്ക് പോവാം. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് നമ്മുടെ മാലിക്കിൻ്റെ വീട്ടിലെത്തി. ഇതാണ് നമ്മുടെ പ്ലേ ബട്ടൺ. 1,00,000 സബ്സ്ക്രൈബേഴ്സ് ആയപ്പോഴത്തേക്കും നമ്മുടെ യൂട്യൂബിൻ്റെ വക എന്താണ് അവാർഡായിട്ടാണ് എല്ലാവർക്കും കിട്ടുന്നത്. ഇത് കിട്ടാൻ വേണ്ടി നമ്മൾ ഒരുപാട് പേരും എന്താണ് കാത്തിരുന്ന് എന്തൊക്കെ വീഡിയോ ഇട്ടിട്ടും ഒരുപാട് സബ്സ്ക്രൈബറായി. ഈ ഒരു ഇങ്ങനൊരു ഐറ്റം നമ്മുടെ കയ്യിൽ കിട്ടാൻ വേണ്ടി എല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇനി വരുന്നവർ, ഇതിനു മുമ്പേ ഞാൻ ചാനൽ തുടങ്ങിയപ്പോഴത്തേക്കും സപ്പോർട്ട് ചെയ്ത ഒരുപാട് പേരുണ്ട്. ഞാൻ എന്താണ് ഗൾഫിൽ ദമാമിൽ റിയാദിലല്ലല്ലോ ഗോബാറിൽ നിന്നപ്പോഴത്തേക്കും, ദഹ്റാൻ ഗോബാറിലായിരുന്നു. അവിടെ നിന്നപ്പോഴത്തേക്കാണ് ഈ ചാനൽ തുടങ്ങിയത്. അടുത്ത മലബാർ ഹോട്ടലിലെ ഇക്കായൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു ഈ ചാനൽ തുടങ്ങിയപ്പോൾ തന്നെ. ഇപ്പോൾ എന്തായാലും ഞാൻ ഈ പ്ലേ ബട്ടൺ വരുമ്പോഴത്തേക്കും അവിടെ വരും, അവിടെ വന്ന് അൺബോക്സിങ് ചെയ്യുമെന്നൊക്കെ ആയിരുന്നു അന്ന് പറഞ്ഞത്. ഇപ്പോൾ വരാനുള്ള സാഹചര്യമൊന്നും അല്ല. അങ്ങനെ വരാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇൻഷാല്ലാ അവിടെ തന്നെ വന്ന് നമ്മുടെ ഈ സാധനം അൺബോക്സ് ചെയ്തേനെ. പിന്നെ ഞാൻ ചാനൽ തുടങ്ങിയ സമയത്ത് ഒരുപാട് പേര് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നെഗറ്റീവ് പറഞ്ഞിടത്തും എനിക്ക് ഈ സമയത്ത് വലിയൊരു താങ്ക്സ് മാത്രമേ പറയാനുള്ളൂ. നിങ്ങളിങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ഞാനത് തളർന്നില്ല. ഇതുകൊണ്ട് മുന്നോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരുന്നു. ഇനിയിപ്പം ഈ സാധനം വേറൊരാളെ കയ്യിൽ കൊണ്ട് ഏൽപ്പിക്കണം, അതിന് ഈ അടുത്ത ചടങ്ങ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ പ്ലേ ബട്ടൺ അൺബോക്സിങ് ഇന്ന് നടത്തുന്നില്ല. എന്തായാലും നാളെ നമ്മൾ വേറൊരു അടിപൊളി സ്ഥലത്ത് പോയിട്ടായിരിക്കും. അതിനു മുമ്പ് ഇത് ഞാൻ പറഞ്ഞ പോലെ ഒരാളെ കയ്യിൽ കൊണ്ട് ഏൽപ്പിക്കണം. ഞാൻ ഈ ചാനൽ യൂട്യൂബ് വീഡിയോയുടെ ഫ്രണ്ടിൽ, ക്യാമറയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ എന്താണ് ഇടറാതെ സംസാരിക്കാൻ കൊണ്ട് തന്നെ എത്തിച്ച ഒരാളുണ്ട്. ആളായിരുന്നല്ലേ, നമുക്ക് വീട്ടിലേക്ക് പോയിട്ട് വേണം ആ ആളിനെ കാണാൻ. ആളെത്തിയോന്നറിയില്ല. അപ്പം വീടെത്തിയിട്ട് അങ്ങനെ ഞാൻ വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഞാൻ ആ പ്രതീക്ഷിച്ച ആൾ ഇവിടെ ഇല്ല. ആൾ വൈഫ് ഹൗസിൽ പോയിരിക്കുകയാണ്. വേറെ ആരുമല്ല, എൻ്റെ ബ്രദറാണ്. മുല്ലാക്ക വ്ളോഗ്സ് എന്ന് പറഞ്ഞ് നമ്മളൊരു വേറൊരു ചാനലുണ്ടല്ലോ, അത് നമ്മൾ ഫ്രൈഡേ കിച്ചൺ ബൈ മല്ലു എന്ന് പറഞ്ഞ് തുടങ്ങിയ ചാനലിലും എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എൻ്റെ ബ്രദറാണ്. അവനാണ് എന്നെ ഈ ക്യാമറയുടെ ഫ്രണ്ടിൽ വരാനും ഇതിൻ്റെ മുന്നിൽ സംസാരിക്കാനും കൂടുതലായിട്ട് പ്രചോദനം നൽകിയതും വീഡിയോ ചെയ്യാൻ വേണ്ടി ആ ഒരു ത്വര തന്നതും. അപ്പോൾ എന്തായാലും ചേട്ടൻ്റെ ആയിക്കൊണ്ട് കൊടുക്കണമെന്നായിരുന്നു. ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്കും ആളിവിടെ ഇല്ല. ആൾ റൂട്ട് കഴിഞ്ഞിട്ട് നേരെ വൈഫ് ഹൗസിലേക്ക് പോയി. നാളെ ഞായറാഴ്ച ആണല്ലോ, അതുകൊണ്ട് ആൾ ഒരു ദിവസത്തേക്ക് വൈഫ് ഹൗസിലൊക്കെ നിന്ന് തങ്ങിയിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. ഇനി എന്തായാലും തിരിച്ച് ചേട്ടൻ വീട്ടിലെത്തുമ്പോഴത്തേക്കും നമുക്ക് എന്തായാലും ആളുടെ ആയി കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു ദിവസം ഇവിടെ അവസാനിക്കുന്നു. നാളെയും നല്ലൊരു ദിവസം പ്രതീക്ഷയുണ്ട്. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. ഇറ്റ്സ് മീ ഷംനാ ഷാജി സൈനിങ് ഔട്ട്.